സോ ഗൈസ്, നമ്മുടെ 2025 മോളിവുഡിന്റെ പാർട്ട് 2 അവലോകനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാർട്ട് 1 വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് ആൾക്കാർക്ക് ആ വീഡിയോ നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇതല്ല ജോക്സ് അപ്പാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ശരിക്കും നമുക്ക് നല്ലൊരു റിസപ്ഷൻ തന്നെ കിട്ടിയെന്ന് വേണം പറയാൻ. അതായത് 20K വ്യൂസിന് താഴെ നമുക്ക് ആദ്യമായിട്ട് 1K ലൈക്ക് കിട്ടി ഗൈസ്. ഇതിനു മുമ്പ് ഇങ്ങനൊന്നും സംഭവിച്ചിട്ട് കൂടിയില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇത്ര വലിയ വിജയമാക്കി മാറ്റിയ പ്രേക്ഷകർക്ക് സിനിഫ്രിക്സ് കമ്മിറ്റി വക 1000 പൂച്ചെണ്ടുകൾ. എല്ലാവർക്കും താങ്ക് യു. കൂടുതൽ കഥയൊന്നും പറയാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. സോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ജൂണിലെ ബോംബർ ഓഫ് ദ മന്ത് അവാർഡ് ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണമെന്ന്. പക്ഷെ ആരും തന്നെ കമന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. സോ ദ വിന്നർ ഈസ് അഹാന കൃഷ്ണ. എന്തായാലും എല്ലാവരും നല്ലൊരു ഗൈഡ് തന്നെ കൊടുക്കാം, നല്ലൊരു ഗൈഡ്. ഈ അവാർഡ് നമ്മൾ കൊടുത്തത് ബഡ്ജറ്റ് ഒന്നും നോക്കിയിട്ടല്ല. ഈ അവാർഡ് കൊടുക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, വേറൊന്നുമല്ല. ഫീൽഡ് ഔട്ട് ആയി നിന്ന ആന ഫീൽഡിലേക്ക് തിരിച്ചു വന്ന് ബോംബ് ഇട്ടിട്ട് വീണ്ടും ഫീൽഡ് ഔട്ട് ആയതിനാണ്. അപ്പൊ നമുക്ക് ഒത്തിരി വലിച്ചു നീട്ടാതെ അടുത്ത മാസത്തിലെ കാര്യം നോക്കാം. എന്തുകൊണ്ടും ഈ വീഡിയോ തുടങ്ങാൻ വേണ്ടി ഏറ്റവും അനുയോജ്യമായ ഒരു മാസം തന്നെയാണ് ജൂലൈ. വേറൊന്നും അല്ല, ഒരൊറ്റ പടം പോലും ഹിറ്റില്ല. എന്തായാലും നമുക്കത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഹിറ്റ് പറഞ്ഞ സമയം കളയണ്ട. നമുക്ക് ഡയറക്റ്റ് 4 ആൾ അറിഞ്ഞു നടന്ന സ്ഫോടനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. എന്തായാലും നമ്മുടെ ഒരുപറ്റം സീനിയർ ആക്ടേഴ്സ് ആയിട്ടുള്ള ജഗദീഷ്, മനോജ് കെ ജയൻ, അശോകൻ തുടങ്ങിയവർ വന്ന് അഭിനയിച്ച ധീരൻ എന്നൊരു ഗുണ്ട് പൊട്ടി. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി വന്നൊരു ഗുണ്ട് പൊട്ടിച്ചു, JSK. പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ വന്നിട്ട് സൂത്രവാക്യം എന്ന് പറഞ്ഞൊരു പടക്കം പൊട്ടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ അനൂപ് മേനോനും നമ്മുടെ OG ഓപ്പൺ ഹൈമറും കൂടെ വന്നിട്ട് വേറൊരു ബോംബ് ഇട്ടു. രവീന്ദ്ര, നീ എവിടെയാ? ഈ പടം ഏതാണെന്നൊന്നും പലർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെ ഈ പടത്തിന്റെ പ്രസ് മീറ്റ് കുറച്ച് വൈറലായിരുന്നു. ഞാനത് കുറച്ച് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ കുനിഞ്ഞു നിന്നോടത്ത് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അതവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, നമുക്ക് ബാക്കി കാര്യം നോക്കാം. ഇനി 4 ആൾ അറിയാതെ പൊട്ടിയ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതാണ് ഒരു റൊണാൾഡോ ചിത്രം. ഇതൊക്കെ ഏത് പടമാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിക്കിപീഡിയയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ട സാധനമാണ്. എന്തായാലും അണ്ണനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നമ്മുടെ ബോംബർ ഓഫ് ദ മന്ത് അവാർഡ് കൊടുക്കാം. ആൻഡ് ദ വിന്നർ ഈസ് സുരേഷ് ഗോപി. എല്ലാവരും നല്ലൊരു ഗൈഡ് കൊടുക്കണം, നല്ലൊരു ഗൈഡ്. പുള്ളിക്ക് കൊടുക്കാൻ കാരണം വേറൊന്നുമല്ല, നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്ന വളരെ തിരക്കുള്ളൊരു മനുഷ്യനാണ്. അതിനിടയിൽ നമുക്ക് വേണ്ടി ഈ ചെറിയ ചെറിയ പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ ആൾ സമയം കണ്ടെത്തുന്നതിന് വലിയൊരു അവാർഡ് തന്നെയാണിത്. എന്തായാലും നമുക്ക് അടുത്ത മാസത്തെ കാര്യം നോക്കാം. അതായത് നമ്മുടെ ഓഗസ്റ്റ് മാസം. എന്തുകൊണ്ടും വളരെ നല്ലൊരു മാസമാണിത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹിറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂട്ടത്തിൽ ബോംബുണ്ട്. എങ്കിൽ പോലും വളരെ നല്ലൊരു മാസമാണിത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മലയാള സിനിമ ഇന്നുവരെ കാണാത്ത വലിയ വലിയ ഉയരങ്ങളിലേക്ക് നമ്മുടെ മലയാള സിനിമ എത്തിച്ചേർന്നൊരു മാസമാണിത്. എന്തായാലും ആദ്യം തന്നെ നമുക്ക് ഹിറ്റുകളിൽ നിന്ന് തുടങ്ങാം. ഈ മാസത്തെ ഫസ്റ്റ് ഹിറ്റ് സുമതികളമാണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഹിറ്റ് വരുന്നത് നമ്മുടെ ഓണം റിലീസ് ആയിട്ടുള്ള പടങ്ങളാണ്. നമ്മുടെ ഓണത്തിന് ക്ലാഷ് വന്ന ഹൃദയപൂർവ്വവും അതുപോലെ തന്നെ നമ്മുടെ ലോകയും 2 ഹിറ്റാണ്. ലോകയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ, നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ 300 കോടി എന്നൊക്കെ പറഞ്ഞൊരു കളക്ഷനൊക്കെ കാണുന്നത്. എന്തായാലും വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇത് 3 ഈ മാസത്തെ നമ്മുടെ ഹിറ്റുകൾ. ഇനി 4 ആൾ അറിഞ്ഞു പൊട്ടിയ പടക്കങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഈ മാസം ഓണം ആയതുകൊണ്ട് തന്നെ കുറച്ച് പടക്കങ്ങളുണ്ട്. സാഹസം എന്ന് പറഞ്ഞൊരു പടം പൊട്ടി. അതുപോലെ നമ്മുടെ അർജുൻ അശോകന്റെ തലവര എന്ന് പറയുന്ന പടം പൊട്ടി. നല്ല പടമായിരുന്നു, പക്ഷെ ഗുണ്ടാണ്. വേറെ മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി, അതും പൊട്ടി. ഇതൊന്നും കൂടാതെ നമ്മുടെ ഫാഫ ഒരു ഇഹലോക ബോംബ് കൊണ്ടിട്ടു. ഓടും കുതിര ചാടും കുതിര. ഓണത്തിന് ഇറങ്ങിയ പടമാണ്, വലിയ ഡിസാസ്റ്റർ ആണ്. ഫസ്റ്റ് വീക്കിൽ തന്നെ പടം വാഷ് ഔട്ടായി. എനിക്കൊന്ന് ഫാഫയുടെ കരിയറിൽ ആളിട്ടേക്കുന്നത് ഏറ്റവും വലിയ ബോംബുകളിൽ ഒന്നാണത്. എന്തായാലും നമുക്ക് നമ്മുടെ ബോംബർ ഓഫ് ദ മന്ത് അവാർഡ് കൊടുക്കാം. ആൻഡ് ദ വിന്നർ ഈസ് നൺ അതർ ദാൻ ഫഹദ് ഫാസിൽ. നല്ലൊരു ഗൈഡ്, എല്ലാവരും നല്ലൊരു ഗൈഡ് കൊടുക്കണം. ഈ മാസം ഫഹദ് ഇട്ട ബോംബിനോട് മുട്ടി നിൽക്കാൻ പോലും ആരുമില്ല, അത്രയും കിടിലൻ ബോംബാണ്. എതിരാളികൾ ഇല്ലാതെയാണ് ഈ അവാർഡ് ആള് സ്വന്തമാക്കിയത്. 30 കോടി എന്നാണ് പടത്തിന്റെ ബഡ്ജറ്റ്. എന്തായാലും വലിയൊരു ബോംബ് തന്നെയായിരുന്നു. ഇനി അടുത്ത മാസത്തെ കാര്യം നോക്കാം. നമ്മുടെ സെപ്റ്റംബർ മാസം. ലോകയൊക്കെ ഇറങ്ങി വലിയ സക്സസ് ആയി നിന്ന സമയമായോണ്ടാന്ന് തോന്നുന്നു സെപ്റ്റംബറിൽ ഒത്തിരി പടം ഒന്നും റിലീസ് ആയിട്ടില്ല. നല്ല കാര്യം. ഒത്തിരി പടം ഒന്നും ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ ഇറങ്ങിയ പടം എല്ലാം പൊട്ടി. എന്തായാലും 4 ആൾ അറിഞ്ഞിറങ്ങി പൊട്ടിയ പടം ഏതൊക്കെയാ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ അഖിൽ മാരാർ ഇട്ട ബോംബ് മിഡ് നൈറ്റ് ഇൻ മുല്ലംകൊള്ളി. അത് കഴിഞ്ഞ് നമ്മുടെ ആസിഫ് അലിയുടെ പടം, നമ്മുടെ ജിത്തു ജോസഫ് ഒക്കെ ഡയറക്ട് ചെയ്ത് മറ്റേ ട്വിസ്റ്റുകളുടെ വയറിളക്കം പിടിച്ച പടം മിറാഷ്, അതും പൊട്ടി. അത് കഴിഞ്ഞ് വള ദ സ്റ്റോറി ഓഫ് ബാംഗിൾസ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ അവറാനൊക്കെ ഉള്ള പടമാണ്. അതൊരു ഗുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഡയറക്ടോറിയൽ വന്ന നമ്മുടെ കരവ് എന്ന് പറയുന്ന പടം, അത് വലിയൊരു ബോംബായിരുന്നു. വിനീത് ശ്രീനിവാസന്റെ കരിയർ ഇത്രയും വലിയൊരു ബോംബ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. എന്തായാലും നല്ല ചെണ്ടമേളമൊക്കെ ഉള്ള പടമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഷെയ്ൻ നിഗത്തിന്റെ പടം വന്നു, ബൾട്ടി, അതും പൊട്ടി. ഞാൻ തിയേറ്ററിൽ കണ്ട പടമാണ്, അത്യാവശ്യം നല്ല പടമായിരുന്നു, പക്ഷെ അതും പൊട്ടി. അടുത്ത ദിവസം അങ്ങോട്ട് OTT വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. എനിക്ക് അത്യാവശ്യം നല്ല പടമായിട്ടാണ് തോന്നിയത്. ഇനി നമുക്ക് നമ്മുടെ ബോംബർ ഓഫ് ദ മന്ത് അവാർഡ് കൊടുക്കാം. ആൻഡ് ദ വിന്നർ ഈസ് വിനീത് ശ്രീനിവാസൻ.
ശ്രീനിവാസൻ. എല്ലാവരും നല്ലൊരു കൈഡി. ആദ്യമായിട്ടാണ് നമ്മളൊരു ഡയറക്ടറിന് അവാർഡ് കൊടുക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ പടം പ്രൊമോട്ട് ചെയ്തത് പുള്ളിയാണ്, എല്ലാം ചെയ്തത് പുള്ളി തന്നെയാണ്. കൂടെ ഷാൻ റഹ്മാൻ ഒരു സ്പെഷ്യൽ മെൻഷൻ. വേറെ ഒന്നിനും അല്ല, ചെണ്ടയൊക്കെ കൊട്ടിയതിന്, തിയേറ്റർ ഇങ്ങനെ പൂരപ്പുറമ്പാക്കിയതിന്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത മാസത്തെ കാര്യം നോക്കാം. നമ്മുടെ ഒക്ടോബർ മാസം. കഴിഞ്ഞ മാസം പോലല്ല, ഈ മാസം 2 പടം ഹിറ്റ് ഉണ്ട്. വളരെ സന്തോഷം. നമുക്ക് പടം ഒന്നും ഹിറ്റ് ഇല്ലെങ്കിൽ സന്തോഷം, ഹിറ്റ് ഉണ്ടെങ്കിൽ സന്തോഷം. നമുക്ക് എല്ലാം സന്തോഷമാണ്. എന്തായാലും നമുക്ക് ഈ മാസത്തെ ഹിറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ പെറ്റ് ഡിറ്റക്റ്റീവും നമ്മുടെ DS ഇരയും. പെറ്റ് ഡിറ്റക്റ്റീവ് ഹിറ്റാണ് ആൻഡ് DS ഇര സൂപ്പർ ഹിറ്റ് ആണെന്ന് തോന്നുന്നു. സൂപ്പർ ഹിറ്റോ ബ്ലോക്ക് ബസ്റ്ററോ. എന്തായാലും നമുക്ക് ഈ 4 ആൾ അറിഞ്ഞിറങ്ങി പൊട്ടിയ പടം ഏതൊക്കെയാന്ന് നോക്കാം. നമ്മുടെ നവ്യ നായരും സൗബിനൊക്കെ വന്നിട്ടൊരു പടക്കം പൊട്ടിച്ചു. പടത്തിന്റെ പേര് പാതിരാത്രി. അത് കഴിഞ്ഞ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈച്ച ബോംബിട്ട മാത്യു തോമസ് വന്നു. ആള് വന്നിട്ട് നെല്ലിക്കാൻ പോയി നൈറ്റ് റൈഡേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു പടക്കം പൊട്ടിച്ചിട്ട് പോയി. പിന്നെ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിരുന്നു. അത്യാവശ്യം ക്രിട്ടിക്കലൊക്കെ അക്ലൈംഡ് ആയിരുന്നു. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അതും പൊട്ടി. പിന്നെ ഒരു സൈലന്റ് ആയിട്ടൊരു പടക്കം പൊട്ടിയായിരുന്നു, അഭിഹിതം എന്ന് പറഞ്ഞൊരു പടക്കം. ഒരു ഫൺ പടമാണ്, താല്പര്യമുള്ളവരൊക്കെ കണ്ടു നോക്കുക. അതിലെ പൊളിറ്റിക്സ് ഒന്നും ന്യായീകരിക്കാൻ പറ്റത്തില്ല, എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ചിരിക്കാനൊക്കെ ഉള്ളൊരു പടമാണ്. എന്തായാലും അതും പൊട്ടി. ഇനി നമുക്ക് നമ്മുടെ ബോംബർ ഓഫ് ദ മന്ത് അവാർഡ് കൊടുക്കാം. ആൻഡ് ദ വിന്നർ ഈസ് മാത്യു തോമസ്. വളരെ നല്ലൊരു കൈഡി. മാത്യു വെറൈറ്റി ബോംബുകളുടെ ആളാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ആൾ ഈച്ച ബോംബിനാണ് അവാർഡ് മേടിച്ചത്. ഈ വീഡിയോയിൽ ആൾക്ക് അവാർഡ് കിട്ടിയേക്കുന്നത് നമ്മുടെ പ്രേത ബോംബിനാണ്. എനിക്ക് തോന്നുന്നു കറന്റ് ഏറ്റവും കൂടുതൽ അവാർഡ് മേടിച്ചേക്കുന്നത് നമ്മുടെ മാത്യു ആണെന്ന്. ആൾക്ക് ഓപ്പൺ ഹൈമർ അവാർഡ് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് അടുത്ത മാസത്തെ കാര്യം നോക്കാം. നവംബർ മാസം. എന്തായാലും കുറേ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഒത്തിരി പടം ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് ഒറ്റ പടമാണ് ഹിറ്റായത്. എന്തായാലും നമുക്ക് നമ്മുടെ ഹിറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. വേറൊന്നുമല്ല, നമ്മുടെ എക്കോയാണ്. പടം സൂപ്പർ ഹിറ്റാണ്. ആൻഡ് പേഴ്സണലി എനിക്ക് ഈ വർഷം ഇറങ്ങിയത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടം എക്കോയാണ്. ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ത്രില്ലർ ഇൻ മോളിവുഡ് എന്നൊക്കെ വേണേൽ പറയാം. ഇനി നമുക്ക് നമ്മുടെ പടക്കങ്ങളിലേക്ക് കിടക്കാം. നവംബർ മാസം തുടങ്ങിയപ്പോഴത്തേക്കിനെ നമ്മുടെ അൽത്താഫ് സാലിമും നമ്മുടെ അനാർക്കലി മരക്കാരോട് വന്നിട്ട് ഒരു ഗുണ്ടിട്ട് പോയി. പടത്തിന്റെ പേര് ഇന്നസെന്റ്. അത് കഴിഞ്ഞ് നമ്മുടെ റോഷൻ മാത്യു ഒരു പടം ഇറക്കി. പടത്തിന്റെ പേര് ഇച്ചിരി നേരം. എന്തായാലും അതും ഒരു പടക്കമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ലുക്മാൻ ഒരു ഗുണ്ടിട്ടു, അതിഭീകര കാമുകൻ. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ രാജുവേട്ടൻ വന്നിട്ട് ഒരു ആറ്റം ബോംബ് ഇട്ടു, വിലായത്ത് ബുദ്ധ. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണ്ടല്ലോ, OTT വരുമ്പോൾ അറിയാം എന്തോ ഒരു ഊക്ക് കിട്ടുമെന്നുള്ളത്. പിന്നെ ഒരു സൈലന്റ് പടക്കമുണ്ട്, അയ്യപ്പനും വാപൂരനും. പെട്ടെന്ന് കണ്ടപ്പോൾ അയ്യപ്പനും ഘോഷിയാന്ന് വിചാരിച്ചു, പിന്നെ മനസ്സിലായത് അതല്ലെന്ന്. എന്തായാലും വളരെ നല്ലൊരു പടമാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നമ്മുടെ ബോംബർ ഓഫ് ദ മന്ത് ആരാന്ന് നോക്കാം. ആൻഡ് ദ വിന്നർ ഈസ് പൃഥ്വിരാജ് സുകുമാരൻ. എല്ലാവരും നല്ലൊരു വേടി. 30 കോടി എങ്ങാണ്ടാണ് പടത്തിന്റെ ബഡ്ജറ്റ്. എന്തായാലും നല്ലൊരു ഇഹലോക ബോംബ് തന്നെ. എനിക്ക് തോന്നുന്നു രാജുവേട്ടന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പിൽ ഒന്നാണെന്ന് തോന്നുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത മാസം നോക്കാം. നമ്മുടെ ലാസ്റ്റ് മാസമായിട്ടുള്ള ഡിസംബർ. എന്തായാലും ഈ മാസം കുറെ പടക്കങ്ങളുണ്ട്. ചെറിയ ബോംബ് തൊട്ട് ഇതുവരെ ഇന്ത്യൻ സിനിമയെ വന്നേക്കുന്നതിൽ തന്നെ വലിയ ബോംബ് പോലത്തെ സാധനങ്ങൾ വരെ പൊട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് ഹിറ്റ് ഏതൊക്കെയാന്ന് നോക്കാം. ഈ മാസം 2 പടമാണ് ഹിറ്റുള്ളത്. നമ്മുടെ മമ്മൂക്കയുടെ കളം കാവലും അതുപോലെ തന്നെ നമ്മുടെ നിവിന്റെ സർവ്വമായി ഇപ്പൊ 100 കോടി കളക്ഷനൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോവാണ്. എന്തായാലും 2 പടം ബ്ലോക്ക് ബസ്റ്റർ ആണ്. ഇനി നമുക്ക് പടക്കങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ക്രിസ്മസ് ആയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു പടക്കങ്ങളുടെ എണ്ണത്തിനൊക്കെ നല്ല വർധനമുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ശ്രീനാഥ് ബാസി പൊങ്കാല എന്ന് പറഞ്ഞൊരു പടക്കം പൊട്ടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ദ്രജിത്ത് സുകുമാരൻ ധീരം എന്ന് പറഞ്ഞൊരു പടക്കം പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷൈൻ ടോം ചാക്കോ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞൊരു പടക്കം കൂടെ പൊട്ടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ദിലീപേട്ടന്റെ ലാലേട്ടനും കൂടെ വന്നിട്ട് ദിലീപേട്ടന്റെ കംബാക്ക് എന്ന് പറഞ്ഞൊരു ഗുണ്ട് പൊട്ടിച്ചു, ബബ്ബ. എന്തായാലും വളരെ നല്ലൊരു കാര്യം. പലർക്കും ഒരു ചിന്തയുണ്ട്, എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചിട്ട് മോഹൻലാലിനെ കൊണ്ടുവന്നിട്ടൊന്ന് മുണ്ട് മടക്കി കുത്തി മീശ പിരിപ്പിച്ച് കഴിഞ്ഞാൽ പടം ഹിറ്റാണെന്ന്. ആ വലിയ ഇതങ്ങ് മാറി കിട്ടി. അതെന്തെങ്കിലും ആവട്ടെ. ഇനി നമ്മുടെ ക്രിസ്മസ് അടുത്തോണ്ടാണ് എന്ന് തോന്നുന്നു. ഫുള്ള് ഗുണ്ടാണ്, പടപടയെന്ന് പറഞ്ഞാണ് പൊട്ടിച്ചേക്കുന്നത്. നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഒരു ഗുണ്ട് പൊട്ടിച്ചു, മിണ്ടിയും പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഷെയ്ൻ നിഗം ഹാലെന്ന് പറഞ്ഞൊരു ഗുണ്ട് പൊട്ടിച്ചു. അതുകൂടാതെ നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നരേനും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ ഉള്ള ഒരു ഗുണ്ടുകൂടി പൊട്ടി. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇക്കൊല്ലം ഇന്ത്യൻ സിനിമ കണ്ടത് ഏറ്റവും വലിയ ഗുണ്ടായിട്ടുള്ള വൃഷഭ ലാലേട്ടം വന്ന് പൊട്ടിച്ചു. ഇത് സത്യം പറഞ്ഞ ഗുണ്ടല്ല, ഇത് ആറ്റം ബോംബാണ്. വെറും ആറ്റം ബോംബല്ല, ബൈലിംഗ്വൽ ആറ്റം ബോംബ്. തെലുങ്കിലും മലയാളത്തിലും കൂടെ ആക്കിയിട്ടാണ് ഇത് പൊട്ടിച്ചേക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ബോംബർ ഓഫ് ദ മന്ത് അവാർഡ് കൊടുക്കാം. ആൻഡ് ദ വിന്നർ ഈസ് നൺ അതർ ദാൻ മോഹൻലാൽ. എല്ലാവരും നല്ലൊരു ഗൈഡ് തന്നെ കൊടുക്കാം, നല്ലൊരു ഗൈഡ് തന്നെ. ഏറ്റവും നല്ലൊരു കിഡിലും കംബാക്ക് അടിച്ചിട്ട് ആ കംബാക്ക് എങ്ങനെ നശിപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത്. 70 കോടി ബഡ്ജറ്റ് വന്നിട്ട് 2 കോടി പോലും പടം കളക്ട് ചെയ്തിട്ടില്ല. ഇതിലും വലിയ ബോംബ് ഈ വർഷം ആരും ഇട്ടിട്ടില്ല. പിന്നെ ഇക്കാര്യത്തിൽ ഏട്ടനെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഡിസംബർ മാസവും ഏട്ടനും കുറച്ച് നാളുകളായിട്ട് ചേരത്തില്ല. ഇടയ്ക്കൊക്കെ ഇതുപോലെ വന്നും ഗുണ്ടുപൊട്ടും. അപ്പൊ അത്രയൊക്കെയുള്ള ഈ വർഷത്തെ അവലോകനം. ഇനി നമുക്ക് നമ്മുടെ ഓപ്പൺ ഹൈമർ അവാർഡ് ആർക്ക് കൊടുക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ കരുതിയത് ഏറ്റവും കൂടുതൽ ബോംബർ ഓഫ് ദ മന്ത് കിട്ടുന്ന ആൾക്ക് കൊടുക്കാമെന്നാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഡിസേർവിംഗ് ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബോംബ് പൊട്ടിച്ച ആളാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബോംബിന്റെ ഭാഗമായ ആളാണ്. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഈ അവാർഡിന്റെ കോമ്പറ്റീഷൻ നമ്മുടെ അർജുൻ അശോകൻ വേഴ്സസ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ്. രണ്ടുപേരും കുറെ പടം ചെയ്തിട്ടുണ്ട്. ധ്യാൻ 11 പടവും അർജുൻ അശോകൻ 9 പടവും. ഇവിടെ തന്നെ നമുക്ക് ക്ലിയർ ആണ്. ഇനി നമുക്ക് നമ്മുടെ വിന്നറെ അനൗൺസ് ചെയ്യാം. സോ ദ വിന്നർ ഈസ്
അതർ ദാൻ ധ്യാൻ ശ്രീനിവാസൻ, ദ റിയൽ ഓജി, ദ റിയൽ ഓപ്പൺഹൈമർ, ധ്യാൻ ശ്രീനിവാസൻ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒന്നും പടം ചെയ്തേക്കുന്ന പോലെ ധ്യാൻ പടം ചെയ്തിട്ട് പോലും ഇല്ല ഈ വർഷം. എങ്കിൽ പോലും പുള്ളിയുടെ ആ ഒരു സ്ഥാനം അവിടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ചു. ഒന്നും പറയാനില്ല, മലയാള സിനിമയിലെ ബോംബുകളുടെ ഒരേ ഒരു രാജാവ്. അപ്പൊ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. എല്ലാവരും ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, പെട്ടെന്ന് തന്നെ. അടുത്ത വർഷം നമ്മൾ ഇതുപോലത്തെ അവലോകനം ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ആ വർഷമുള്ള മൊത്തം വീഡിയോസും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് കൂടി അടിച്ചേക്ക്. അതുപോലെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. എല്ലാവരും താല്പര്യം ഉണ്ടെങ്കിൽ അതിലൂടെ ജോയിൻ ചെയ്യാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പൊ ശരി, ഓക്കെ, ബൈ.